ഒട്ടുചുരത്താൻ പതിവായി കുരുക്കുന്ന വിഷയങ്ങളെല്ലാം മാറ്റിവെച്ച് ജനകീയ വിഷയങ്ങളിൽ തൊട്ടു തുടക്കം. അപ്പോഴും കല്ലുകടിയായി ക്യാബിനറ്റ് പദവി മോഹിച്ച ഷിൻഡെ ശിവസേനയുടെയും അജിത് പവാർ NCPയുടെയും സുരേഷ് ഗോപിയുടെയും അതൃപ്തി. മൂന്നാം ഊഴം മോഡി കൂട്ടും മോദി എന്നതാണ് ചോദ്യം. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്യാബിനറ്റ് വകുപ്പുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വൈകിയ വകുപ്പ് വിഭജനമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ 2014-ലും 2015-ലും 17-18 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയ സീറ്റ് വിഭജനമാണ് 24 മണിക്കൂറായിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുള്ളത്. സഹമന്ത്രിമാരുടെ സീറ്റ് വിഭജനത്തിലാണ് ഇപ്പോൾ തർക്കമുള്ളതെന്ന് മനസ്സിലാക്കുന്നു. മൂന്നാം NDA സർക്കാരിലും സുപ്രധാന വകുപ്പുകളിൽ മാറ്റമില്ല. അമിത്ഷാ ആഭ്യന്തരവും, രാജ്നാഥ് സിംഗ് പ്രതിരോധവും, നിർമ്മല സീതാരാമൻ ധനകാര്യവും, S ജയശങ്കർ വിദേശകാര്യ വകുപ്പുകളും കൈകാര്യം ചെയ്യും. നിതിൻ ഗഡ്കരി തന്നെയാണ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായി തുടരുക. ഗതാഗത വകുപ്പിൽ 2 സഹമന്ത്രിമാരുണ്ട്. അജയ് തംതയും ഹർഷ് മൽഹോത്രയും എന്നിവരാണ് സഹമന്ത്രിമാർ. ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നു. ശരത് കെ ശശി, വെരി ഗുഡ് ഈവനിങ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്യാബിനറ്റ് ആർക്കൊക്കെയാണ് വകുപ്പുകൾ എന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞു വരുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? ഏതൊക്കെ മന്ത്രിമാർ പഴയ വകുപ്പുകൾ നിർത്തും? മാറ്റം ഏതൊക്കെ വകുപ്പുകളിലാണ്? പൂർണ്ണ വിവരങ്ങൾ അറിവായോ? അരുൺകുമാർ, പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. രാഷ്ട്രപതി ഭവനാണ് ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കേണ്ടത്. ആ വിജ്ഞാപനം ഏതായാലും അതേപടി പുറത്തു വന്നിട്ടില്ല, പരസ്യമായിട്ടില്ല. പക്ഷേ ചില നിർണായകമായ സ്ഥിരീകരണങ്ങൾ ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തു നിന്ന് പുറത്തു വരികയാണ്. 5 മന്ത്രിമാരുടെ കാര്യത്തിൽ, ആകെ 71 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിൽ 5 മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചാണ് വ്യക്തത വന്നിരിക്കുന്നത്. അതിൽ 3 ക്യാബിനറ്റ് മന്ത്രിമാരുടെ കാര്യം, അത് അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി, S ജയശങ്കർ, ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വന്നിട്ടുണ്ട്. ഈ 4 മന്ത്രിമാരും 2019 മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്തോ ആ വകുപ്പുകൾ തന്നെയായിരിക്കും വീണ്ടും ഈ മന്ത്രിസഭയിലും കൈകാര്യം ചെയ്യുക. അമിത്ഷാ ആഭ്യന്തര വകുപ്പ് നിലനിർത്തും, S ജയശങ്കർ വിദേശകാര്യ വകുപ്പ്, അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ്. ഈ 3 വകുപ്പുകൾ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നിലനിർത്തും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ 2ാം മോദി മന്ത്രിസഭയിൽ കയ്യടി നേടിയിട്ടുണ്ടായിരുന്നത് നിതിൻ ഗഡ്കരി ആയിരുന്നു. ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പൊതുവെ അഭിപ്രായം ഉയരുകയും ചെയ്തിരുന്നു. ആ വകുപ്പിൽ ഏതായാലും നിതിൻ ഗഡ്കരി തന്നെ തുടരുകയും ചെയ്യും. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിതല സമിതി, ആ മന്ത്രിതല സമിതിയിൽ പ്രധാനമന്ത്രിയെ കൂടാതെ 4 മന്ത്രിമാരാണ് ഉണ്ടാവുക. ഡിഫൻസ്, അതുപോലെ തന്നെ ഹോം അഫയേഴ്സ്, പ്രതിരോധം, ആഭ്യന്തരം, ധനകാര്യം, അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി. ഈ 4 പേരാണ് പ്രധാനമന്ത്രിയെ കൂടാതെ ഉണ്ടാവുക. അതിൽ 3 പേരുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. നിർമ്മല സീതാരാമന്റെ കാര്യം സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വകുപ്പിന്റെ കൂടി സൂചന വരുന്നു. ആരോഗ്യ വകുപ്പ് JP നദ്ദയ്ക്കായിരിക്കും. മോദി സർക്കാരിന്റെ 2014-ൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് JP നദ്ദയാണ്. JP നദ്ദയ്ക്ക് ആരോഗ്യവകുപ്പ് എന്നുകൂടി ഒരു സൂചന കൂടി എത്തുന്നു. അതായത് ശരത്ത്, ഈ ബിഗ് ഫോറിന് മാറ്റമില്ല. ഒരുപക്ഷെ അതിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയുള്ളത് ധനകാര്യം നിർമ്മല സീതാരാമനിൽ നിന്ന് പീയൂഷ് ഗോയലിലേക്ക് പോയേക്കാം എന്നതല്ലാതെ മറ്റു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അതല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്? ധനകാര്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇപ്പോഴും. ധനകാര്യത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും ഉറ്റുനോക്കപ്പെടുന്നത്. നിർമ്മല സീതാരാമൻ ഈ ചുമതലയിൽ നിന്നും മറ്റൊരു ചുമതലയിലേക്ക് മാറ്റപ്പെടുമോ എന്നുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ പീയൂഷ് ഗോയലും അതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവിൻ്റെ ഒക്കെ തന്നെ അവിടെ പരിഗണിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ മന്ത്രിമാരുടെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ 19 സീനിയർ മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ സർക്കാർ ഈ കഴിഞ്ഞ സർക്കാർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് ഈ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വകുപ്പുകൾ അലോട്ട് ചെയ്യുമ്പോൾ. കൂടുതൽ ഡീറ്റെയിൽസ് ഒരു നിമിഷം തുടരുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ശരത്ത് തുടരുക. ഇപ്പോൾ എല്ലാ വകുപ്പുകളുടെയും ഏകദേശ സൂചനകൾ വന്നു കഴിഞ്ഞു. പ്രധാന വകുപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വകുപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രധാന വകുപ്പുകളിൽ മാറ്റമില്ല. അമിത്ഷാ ആഭ്യന്തര വകുപ്പ്, രാജ്നാഥ് സിംഗ് പ്രതിരോധം, നിർമ്മല സീതാരാമൻ ധനകാര്യം, S ജയശങ്കർ വിദേശകാര്യ വകുപ്പും കൈകാര്യം ചെയ്യും. നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യും. ശിവരാജ് സിംഗ് ചൗഹാനായിരിക്കും കൃഷി വകുപ്പ് മന്ത്രി. ആരോഗ്യ വകുപ്പ് മന്ത്രിയെ JP നദ്ദയുണ്ടാവും. ധനകാര്യ വകുപ്പിലും മാറ്റമില്ല. നിർമ്മല സീതാരാമൻ തന്നെ പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗ് തന്നെ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് അമിത്ഷാ തന്നെ കൈകാര്യം ചെയ്യും. കഴിഞ്ഞ സർക്കാരിൻ്റെ അതേ പോർട്ട്ഫോളിയോ ഏറ്റവും മുതിർന്ന മന്ത്രിമാർക്ക്, ക്യാബിനറ്റ് മന്ത്രിമാർക്ക് അതേ വകുപ്പുകൾ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് മോദിയുടെ 3ാം ഊഴം. അമിത്ഷാ ആഭ്യന്തര വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യും. നേരത്തെ അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തതിൽ TDPയിലും JDUയിലും ഒക്കെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഉപരിതല ഗതാഗതത്തിൽ കഴിഞ്ഞ തവണ നിതിൻ ഗഡ്കരിയുടെ മിന്നുന്ന പ്രകടനമായിരുന്നു ഭാരത് മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ.
വലിയ മാറ്റമാണ് നിതിൻ ഗഡ്കരി കൊണ്ടുവന്നത്. ഇത്തവണയും ഭാരത്മാല നാഷണൽ ഹൈവേയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച നിതിൻ ഗഡ്കരി ആ വകുപ്പ് തന്നെ നിലനിർത്തുന്നു. പുതുതായിട്ടെത്തിയവരിൽ JP നദ്ദയ്ക്ക് ആരോഗ്യ വകുപ്പും ശിവരാജ് സിംഗ് ചൗഹാനും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൃഷി വകുപ്പും ലഭിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമാവുന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പ്രധാനമായും സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും വകുപ്പുകൾ ഏതൊക്കെയായിരിക്കും, ഏതൊക്കെ വകുപ്പുകളിലെ സഹമന്ത്രിമാരായിരിക്കും ചുമതലയേൽക്കുക സുരേഷ് ഗോപിയും ജോർജ് കുര്യനും എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് JP നദ്ദയ്ക്ക് 2014-19 മോദിയുടെ ആദ്യ സർക്കാരിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് JP നദ്ദയാണ്. ശിവരാജ് സിംഗ് ചൗഹാന് കൃഷി വകുപ്പാണ്. മധ്യപ്രദേശിൽ നിന്ന് മിന്നും വിജയം നേടി വന്ന വിദിഷയിൽ നിന്ന് 7 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെത്തിയ ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിനെ മറ്റൊരു ഗുജറാത്താക്കി മാറ്റുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച ശിവരാജ് സിംഗ് ചൗഹാന് കൃഷി വകുപ്പ് കൊടുത്തു. JDU കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് കർണാടകയിൽ JDUവിൻ്റെ ഒരു പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു കൃഷി വകുപ്പ്. പക്ഷേ ശിവരാജ് സിംഗ് ചൗഹാനാണ് കൃഷി വകുപ്പ് ലഭിച്ചിരിക്കുന്നത്. മനോഹർലാൽ ഖട്ടറിന് നഗരവികസനവും അശ്വിനി വൈഷ്ണവിന് റെയിൽവേ വകുപ്പുമാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ റെയിൽവേ വകുപ്പിൽ കാര്യമായ മാറ്റം കൊണ്ടുവന്ന അശ്വിനി വൈഷ്ണവിന് തന്നെ റെയിൽവേ വകുപ്പ് ലഭിക്കുന്നു. ജിതിൻ റാം മാഞ്ചിക്ക് MSMEയുടെ ചുമതലയാണ് നൽകുക. മീഡിയം സ്കെയിൽ എന്റർപ്രൈസുകളുടെ ചുമതലയാണ് നൽകുന്നത്. ക്യാബിനറ്റ് മന്ത്രിയാണ് ജിതിൻ റാം മഞ്ചിയും ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ പ്രതിനിധിയാണ്. ബീഹാറിൽ നിന്ന് ഉള്ള പ്രതിനിധിയാണ് ജിതിൻ റാം മഞ്ചി. മുഖ്യമന്ത്രിയായിരുന്നു ബീഹാറിൽ ഒരു കാലത്ത്. ഇപ്പോൾ ജിതിൻ റാം മഞ്ചിയുടെയും വകുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരെ നിങ്ങൾ തുടരുക. ഓരോ മന്ത്രിമാരുടെയും പ്രധാനപ്പെട്ട വകുപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കീ പോർട്ട്ഫോളിയോസസ് അഥവാ ഏറ്റവും സുപ്രധാനമായ വകുപ്പുകൾ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർക്ക്, ക്യാബിനറ്റ് മന്ത്രിമാർക്ക് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിർമ്മലാ സീതാരാമൻ തന്നെയാണ് ധനകാര്യം കൈകാര്യം ചെയ്യുക. രാജ്നാഥ് സിംഗാണ് പ്രതിരോധം കൈകാര്യം ചെയ്യുക. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അമിത്ഷാ ആയിരിക്കും. ഉപരിതല ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാവട്ടെ നിതിൻ ഗഡ്കരി ആയിരിക്കും. ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് JP നദ്ദയായിരിക്കും. കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശിവരാജ് സിംഗ് ചൗഹാനുമായിരിക്കും. എന്തായാലും അശ്വിനി വൈഷ്ണവിന് റെയിൽവേയും കിട്ടിയിരിക്കുന്നു. ജിതിൻ റാം മഞ്ചിക്ക് MSMEയും ലഭിച്ചിരിക്കുന്നു. നമുക്കൊപ്പം ശരത് കെ ശശി തുടരുന്നുണ്ട്. ശരത് കെ ശശി, ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ശിവരാജ് സിംഗ് ചൗഹാന് നേരത്തെ സഖ്യകക്ഷികൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ചില വകുപ്പുകളാണ്. നഗരാസൂത്രണം വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് TDPയുടെയും ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. പക്ഷേ അത് മനോഹർലാൽ ഖട്ടർ നൽകുന്നു. ഇപ്പോൾ കൃഷി വകുപ്പിന്റെ കാര്യത്തിൽ നേരത്തെ JDU ഒരു താല്പര്യം ഉന്നയിച്ചിരുന്നു. കായിക മേഖല ഇപ്പോൾ വരുന്നത്, ഏറ്റവും ഒടുവിൽ വരുന്നത് കായിക മേഖലയിൽ ചിരാഗ് പാസ്വാൻ, LJPയുടെ ചിരാഗ് പാസ്വാനാണ് കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന വാർത്തയും പുറത്തേക്ക് വരുന്നു. ശരത്ത്, നോക്കൂ, സഖ്യകക്ഷികളുടെ ആവശ്യങ്ങളൊന്നും വകുപ്പുകളിൽ BJP ഗൗനിച്ചിട്ടില്ല. BJPയുടെ വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെയാണ് കൈവശം വയ്ക്കുന്നത്. കൃഷിയിലും നഗരാസൂത്രണവും സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത് മനോഹർലാൽ ഖട്ടറിനും ഒപ്പം തന്നെ ശിവരാജ് സിംഗ് ചൗഹാനും കൊടുക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരത് കെ ശശി? അരുൺകുമാർ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ടുന്ന ഒരു കാര്യം ശിവരാജ് സിംഗ് ചൗഹാന് കൃഷി വകുപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിടാൻ വേണ്ടി പോകുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരാൻ വേണ്ടി പോകുന്ന വലിയ സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാം മോദി മന്ത്രിസഭയെ ഏറെ വെള്ളം കുടിപ്പിച്ചത് കർഷക സമരങ്ങളായിരുന്നു. ആ കർഷക സമരങ്ങൾ നടന്നിട്ടുള്ള രാജസ്ഥാനിലും ഹരിയാനയിലുമൊക്കെ വലിയ തോതിൽ BJPക്ക് തിരിച്ചടിയും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് BJPയുടെ ഏറ്റവും സൗമ്യമുഖമായ ശിവരാജ് സിംഗ് ചൗഹാനെ BJP ആ പദവി ഏൽപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപരമായി നയത്തിൽ കാര്യങ്ങളെയൊക്കെ തന്നെ, സർക്കാർ നയങ്ങളൊക്കെ തന്നെ നടപ്പാക്കാൻ വേണ്ടി പറ്റുന്ന ആളാണ്. നല്ല ഡിപ്ലോമസി ഉള്ള ഒരു നേതാവാണ്. ഈ മാറിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ കർഷകരൊക്കെ തന്നെ വലിയ തോതിൽ BJPക്കെതിരെ ഒരു ബ്ലോക്കായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം അണിനിരക്കുന്ന ഒരു സാഹചര്യത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ വകുപ്പിന്റെ ഗ്ലാമർ എന്നതിനും അപ്പുറത്തേക്ക് അത്തരമൊരു നേതാവ് തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏറ്റവും ഉചിതമെന്ന് BJP വിലയിരുത്തിയിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും ഈ രീതിയിൽ ശിവരാജ് സിംഗ് ചൗഹാന് ഒരു പരിഗണന ലഭിച്ചിരിക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം, സിവിൽ ഏവിയേഷൻ മന്ത്രാലയം റാംമോഹൻ നായിഡുവിന് നൽകി എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് റാംമോഹൻ നായിഡു. TDPയുടെ റാംമോഹൻ നായിഡുവിന് വെറും 38 വയസ്സാണ് പ്രായം. ഹർദീപ് സിംഗ് പുരി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. ഹർദീപ് സിംഗ് പുരിക്ക് ശേഷം ഈ വകുപ്പ് ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്, അല്ലേ ശരത്?
അതെ, ജ്യോതിരാദിത്യ സിന്ധ്യ അതുപോലെ തന്നെ ഹർദീപ് സിംഗ് പുരി ഇവരെയൊക്കെ കൈകാര്യം ചെയ്ത വകുപ്പാണ്. അത് ഘടകകക്ഷിക്ക് നൽകുന്നു, അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മന്ത്രിക്ക് നൽകുന്നു. വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് പോലും പലതരത്തിലുള്ള സങ്കീർണതകൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം. അവിടെ TDPയുടെ ഒരു മന്ത്രിയെ ആ ചുമതല ഏൽപ്പിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. TDPക്ക് ഏതായാലും ഏറെ നിർണായകമായ ഒരു പോർട്ട്ഫോളിയോ ലഭിച്ചിരിക്കുന്നു. TDP മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ, ആ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള വിവിധ ആവശ്യങ്ങൾ TDP ആവശ്യപ്പെട്ടത് അമരാവതിയിലേക്ക് കൂടുതൽ വിമാനങ്ങൾ വരും, അമരാവതിയിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ പറന്നുയരുകയും ചെയ്യും. TDPയുടെ ആഗ്രഹം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ലഭിച്ചു. പക്ഷേ അവർ ആവശ്യപ്പെട്ടത് നഗരാസൂത്രണം അടക്കമുള്ള വകുപ്പുകൾ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ വകുപ്പുകൾ കിട്ടിയില്ല. ധനകാര്യം അടക്കമുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷേ നേരത്തെ തന്നെ ലഭിക്കില്ല എന്നറിഞ്ഞിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരത്ത് തുടരണം.